നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. അതിലുള്ള അക്യുഡക്റ്റ് ആൻഡ് സൈഫൺ അക്യുഡക്റ്റ്. അപ്പോൾ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്താണ് വരുന്നത്. കനാൽ ഓവർ ഡ്രെയിൻ. അപ്പോൾ ഇതിലുള്ള രണ്ട് കാര്യങ്ങളാണ് അക്യുഡക്റ്റും അതുപോലെ തന്നെ സൈഫൺ അക്യുഡക്റ്റും. ഇനി അതെന്താണെന്ന് നോക്കാം. സോ ഈ കാണുന്ന സ്ട്രക്ചറാണ് കനാൽ ഓവർ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഡ്രെയിനും കനാലും. ഓക്കെ, ഡ്രെയിന് താഴെ കനാല് മേളിൽ. ഈ കാണുന്നതാണ് ഡ്രെയിനിൻ്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന വെള്ളത്തിൻ്റെ ലെവലാണ് ഹൈ ഫ്ലഡ് ലെവൽ. എന്താണ് ഹൈ ഫ്ലഡ് ലെവൽ? അതുപോലെ തന്നെ നമ്മളിനി കാണാൻ പോകുന്നത് കനാലിൻ്റെ ക്രോസ് സെക്ഷനാണ്. അതിലിത് കനാലിൻ്റെ ബെഡ് ലെവലും ഈ മേളിലുള്ളത് FSL ഫുൾ സപ്ലൈ ലെവലുമാണ്. നമ്മൾ കനാലിൽ ഫുൾ സപ്ലൈ ലെവൽ എന്നാണ് പറയുന്നത്, ഡ്രെയിനിൽ HFL എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെ അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റുമായി പറയുമെന്ന് ചോദിച്ചാൽ ഈ വെള്ളത്തിൻ്റെ HFLൻ്റെ ലെവൽ വെച്ചിട്ടാണ് പറയുന്നത്. ഈ HFLൻ്റെ ലെവല് കനാലിൻ്റെ ബെഡ് ലെവലിനേക്കാളും താഴെയാണെങ്കിൽ, എന്ന് വെച്ചാൽ കനാലിൻ്റെ ബെഡ് ലെവല് മേളിലും HFL താഴെയുമാണ് എങ്കിൽ, അങ്ങനെയല്ലേ HFL ഇതാ അടക്കുന്നു, കനാലിൻ്റെ ബെഡ് ലെവൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവലിന് താഴെയാണ് ഡ്രെയിനിൻ്റെ HFL എങ്കിൽ, നോക്കിക്കേ HFL ഇവിടെ, ബെഡ് ലെവൽ ഇവിടെ. അപ്പോൾ കനാലിൻ്റെ ബെഡ് ലെവലാണ് അവിടെ കൂടുതലായിട്ട് വരുന്ന HFLനേക്കാളും. അങ്ങനെയെങ്കിൽ ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്യുഡക്റ്റിൽ കനാലിൻ്റെ ബെഡ് ലെവലായിരിക്കും ഗ്രേറ്റർ ഡ്രെയിനിൻ്റെ HFLനേക്കാളും. അതാണ് അക്യുഡക്റ്റ്. ഇനി നമുക്ക് സൈഫൺ അക്യുഡക്റ്റ് നോക്കാം. സൈഫൺ അക്യുഡക്റ്റിൽ എന്താണ് ചേഞ്ച് വരുന്നതെന്ന് ഇതിലുള്ള വാട്ടർ ലെവലിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ആദ്യം നിന്ന ലെവലല്ലല്ലോ ഇപ്പം നിൽക്കുന്ന വാട്ടർ. കനാലിൻ്റെ ബെഡ് ലെവലിന് മുകളിലാണ് ഇവിടുത്തെ HFL നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഡ്രെയിനിൻ്റെ HFL കനാൽ ബെഡ് ലെവലിനേക്കാളും മുകളിലായിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഡ്രെയിനിൻ്റെ HFL എന്ന് പറയുന്നത് കനാലിൻ്റെ ബെഡ് ഇവിടെയാണ് വരുന്നത്. കനാലിൻ്റെ ബെഡിൻ്റെ മേളിലായി എങ്കിൽ അതിൻ്റെ അർത്ഥം കനാൽ ബെഡ് ലെവൽ കുറഞ്ഞു, അതുപോലെ തന്നെ HFL കൂടി. ഇങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുന്നത്. രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ?